ഒറ്റ നോട്ടത്തില് നമുക്ക് ഇസ്ലാമും മുസ്ലിങ്ങളും ഈ ഭൂമുഖത്തുണ്ടാക്കിയിരിക്കുന്ന, അതായത് സകലമാന ലോക രാജ്യങ്ങളെ എടുത്തിരുന്നാലും ശരി, ഉണ്ടാക്കിയിരിക്കുന്ന ആ പുരോഗതിയും നൈപുണ്യവും വളർച്ചയും സമാധാനവും ഒക്കെ എത്രയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം. ഇറാൻ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് സുബ്ഹാനല്ലാഹ് പറഞ്ഞൊരു മൂലയ്ക്ക് പോയിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ജൂത ക്രൈസ്തവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, എസ്പെഷ്യലി ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെയല്ലേ ഒരു ഡൂംസ് ഡേ ക്ലോക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പലസ്തീൻ സ്ക്വയറിൽ കാത്തിരിക്കുന്നത്. ഇത്ര കാലമേ നിങ്ങൾക്കുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ച് അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഉണ്ടാക്കിയിട്ട് പ്രയോഗിക്കട്ടെ എന്ന് കരുതി കാത്തിരിക്കാൻ നെതന്യാഹു മുഹമ്മദ് നബി ഒന്നുമല്ല. അപ്പോ മുഹമ്മദ് നബി അങ്ങനെ കാത്തിരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ, അത് വേറെ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തവിടുപൊടി, സമ്പൂർണ്ണ നാശം. ഇപ്പോഴാണ് ഇറാൻ മുട്ടണ്ടവരോട് മുട്ടിയത്. അറബ് രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധ പ്രസ്താവനയുമായി പലസ്തീൻ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാ. കാരണം പലസ്തീനിൽ ഹമാസിനെയും, സിറിയയിൽ ഐസിസിനെയും, ലെബനനിൽ ഹിസ്ബുള്ളയെയും, യമനില് ഹൂതികളെയും ഒക്കെ വളർത്തി കൊണ്ടുവന്നത് മൊത്തവും ഇറാനാ. അപ്പൊ ഇറാനെ ഈ സായുധ സംഘങ്ങൾ, തീവ്രവാദ സംഘടനകളൊക്കെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ പലസ്തീനിലെ ഒരു പ്രസ്താവന വരണം. ഞങ്ങൾ ഇതുവരെ അയച്ചത് മുഴുവൻ പഴയ സ്റ്റോക്കുകളാണ്, പുതിയ സ്റ്റോക്ക് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. IRGC വക്താവ്. വളരെ സന്തോഷം. കാരണം എന്തെന്നറിയാമോ, നേതാക്കൾ എല്ലാവരും ചത്തൊടുങ്ങി കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ പുതിയ ആയുധങ്ങൾ എടുക്കുമല്ലോ, എന്നിട്ട് എടുത്താൽ മതി. ഇപ്പൊ തന്നെ നിങ്ങൾ പുതിയത് എടുക്കാത്തത് കൊണ്ട് ആയത്തുള്ള അലി ഖൊമേനിയും ടീമും IRGCയുടെ നേതാക്കളും എല്ലാവരും ചത്തൊടുങ്ങിയല്ലോ. അതുകൊണ്ട് ബാക്കിയും കൂടി ഒടുങ്ങിയതിന് ശേഷം എടുത്താൽ മതി എന്നേ, പുതിയത് എടുക്കാൻ സമയമായിട്ടില്ല. ക്ഷമയുടെ യുഗം അവസാനിച്ചു. ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധം നടത്തും. ഭീഷണിയുമായി ഹിസ്ബുള്ളക്ക് കിട്ടിയതൊന്നും പോരാൻ തോന്നുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നത്തിൽ തന്നെ ഇവര് ആവശ്യമില്ലാതെ വന്നു കയറി കിട്ടേണ്ടതൊക്കെ വാങ്ങിച്ചിട്ട് സകലമാന നേതാക്കളുടെയും തലയും ഉടലും വേർപെടുത്തി ഒരു മൂലക്കിരുത്തിയതായിരുന്നു ഇസ്രായേൽ. പഠിച്ചിട്ടില്ല, ഇനിയും ചെന്ന് കയറിക്കൂടെ, ബാക്കിയുള്ള തലകൾ കൂടി എടുത്തു തരും. ഖൊമേനിയുടെ കൊലപാതകം ഇറാൻ ജനങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിൽ ഖൊമേനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ. തലയ്ക്ക് സുഖമില്ലെങ്കിൽ എന്തു ചെയ്യും, എല്ലാ കാലത്തും ഇവരിങ്ങനെ തന്നെയല്ലേ നിന്നിട്ടുള്ളൂ. സൈനിക സന്നാഹം ഒരുക്കി സൗദി. തയ്യാറെടുപ്പ്. എണ്ണശാലകൾക്കു നേരെ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ സൗദി രംഗത്തിറങ്ങണം. കിട്ടിയതും വാങ്ങിച്ചിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കരുത്. കിട്ടിയതും വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന് കരയുന്ന പാരമ്പര്യം ഇസ്രായേലിന് ഇല്ലാത്തത് കൊണ്ട് ഇസ്രായേലിനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ഇരട്ടി തിരിച്ചു കിട്ടും. ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ചില തെമ്മാടികൾ കുരയ്ക്കുന്നത്, സംശയമില്ല. അവസാനത്തെ യഹൂദനെയും ഇല്ലാതാക്കുമെന്ന് വിദ്വേഷ പ്രസംഗം. ടെഹ്റാനിൽ ഡൂംസ് ഡേ ക്ലോക്ക് ഉണ്ടാക്കി. ഇസ്രായേലിന്റെ മരണം പ്രവചിച്ചു. ഹറാം എന്ന് മുമ്പ് ഫത്വ ഇറക്കിയ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതും യഹൂദ രാഷ്ട്രത്തെ തീർക്കാൻ. ഖൊമേനി മരണം ഇരന്നു വാങ്ങിയത് ഇങ്ങനെ. വെടിവെച്ച് കൊന്ന ശേഷം മൃതദേഹം വിട്ടുകിട്ടാൻ ലക്ഷങ്ങളുടെ ബുള്ളറ്റ് ടാക്സ്. ജനനേന്ദ്രിയത്തിൽ പൈപ്പുകൾ കുത്തിക്കയറ്റി ജയിൽ പീഡനം. കുട്ടികൾക്കും വധശിക്ഷ. കമ്മ്യൂണിസ്റ്റുകാരെയും സുന്നികളെയും കൂട്ടക്കൊല ചെയ്തു. ഖൊമേനിയുടെ ഇസ്ലാമിക ഭരണത്തിൽ നടന്നത് കൊടും ക്രൂരതകൾ. നമ്മുടെ കേരളത്തിലെ മതയോളികൾക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല. ഇപ്പൊ അലിയാർ കാസിം എന്ന് പറഞ്ഞത് കേട്ടില്ലേ, അയാള് ഇന്ത്യക്ക് എന്തെങ്കിലും രൂപത്തിൽ അന്നം തരുന്നത് കൊണ്ടല്ല നമ്മൾ ഇറാനെ പിന്തുണയ്ക്കുന്നത്, അയാള് മുസ്ലിമായത് കൊണ്ടാണെന്ന്. ഇറാന്റെ ആക്രമണങ്ങൾ ന്യായീകരിക്കാനാവാത്തത് UAE മന്ത്രി റിം അൽ ഹാഷ്മി. അയ്യോ, പെണ്ണുങ്ങളൊക്കെ മന്ത്രിപദത്തിലുണ്ടോ UAE-യിൽ? കൊള്ളാലോ. പെണ്ണുങ്ങളെ അധികാരത്തിൽ ഏൽപ്പിക്കുന്ന ഒരു സമൂഹവും കുണം പിടിക്കത്തില്ലെന്നായിരുന്നു പ്രവാചകൻ പറഞ്ഞത്. എന്തായിരുന്നാലും ഇറാൻ തന്നതും വാങ്ങിച്ചിട്ട് UAE വീട്ടിൽ പോയി. ഇപ്പൊ മന്ത്രിയാണ് പ്രതിരോധവുമായിട്ട് വന്നിരിക്കുന്നല്ല, പ്രതികരണവുമായിട്ട്. ഇന്ധന വിതരണം തടസ്സപ്പെടില്ല, ഇന്ത്യയെ സഹായിക്കുമെന്ന് റഷ്യ. അതാണ് റഷ്യക്ക് നല്ലത്. ഇറാൻ പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാൻ കൂടിയ പണ്ഡിത പാർലമെന്റ് ബോംബിട്ട് ഇസ്രായേൽ. നിരവധി ഷിയ പണ്ഡിത തലവന്മാർ മരിച്ചു. അല്ല പിന്നെ ഷിയ പണ്ഡിതന്മാരൊക്കെ ഇസ്രായേൽ ബോംബിന് മുമ്പിൽ വന്നിട്ട് പറഞ്ഞ ഞങ്ങൾ ഷിയാക്കളാണ്, ഞങ്ങളെ തൊടലെന്ന് പറഞ്ഞു നോക്ക്. ഇറാൻ ഒറ്റപ്പെടുന്നു. പ്രത്യാക്രമണത്തിന് സൗദിക്ക് പിന്തുണയുമായി ട്രംപ്. കിരീടാവകാശിയെ ഫോണിൽ വിളിച്ചു. ആഹാ. ഖൊമേനിയുടെ കൊലപാതകത്തിന് പിന്നാലെ കാശ്മീർ മേഖലയിൽ മുസ്ലിം പ്രതിഷേധങ്ങൾ അക്രമമായി മാറുന്നു. ഇന്ത്യൻ സുരക്ഷാ സേന വ്യാപകമായ ആക്രമണത്തെ അടിച്ചമർത്തുന്ന. എല്ലാത്തിനെയും തോക്കെടുത്ത് ജയിലിൽ കൊണ്ടുവന്നേ, അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ ഫ്ലൈറ്റ് പിടിച്ച് സൗജന്യമായിട്ട് ഇറാനിൽ കൊണ്ടുവിടും. പൊട്ടി ചാവട്ടെ ഇതൊക്കെ. അബോഷൻ പാടില്ല. 13 വയസ്സിൽ വിവാഹം. ഒരു മുടിയിഴ പോലും പുറത്തു കാണരുത്. സ്ത്രീകൾ സൈക്കിൾ ചവിട്ടരുത്.
സയൻസ് പഠിക്കരുത്, കന്യകമാരായിട്ടുള്ള തടവുകാരെ വധിക്കുന്നതിന് മുമ്പ് ബലാത്സംഗം ചെയ്തിരിക്കണം. കേരളത്തിലെ കൊമേനി ആരാധകർ വായിക്കേണ്ടുന്ന വിവാദ ഫത്വകളിതാ. എവിടെന്ന് കൊമേനി എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു കണ്ടോ. 72 ഹൂറേസ്, അതും വെർജിൻസ് എത്തിക്കഴിഞ്ഞു. ദാ കമിഴ്ന്ന് കിടക്കുക, ചത്തു മലച്ച് കിടക്കുക കാക്ക. കൊമേനിയെ കൊല്ലാൻ പോയവരിൽ 30 ഇസ്രായേലി വനിതാ പൈലറ്റുമാരും. ആഹാ, ഏറ്റവും ഒടുവിൽ കാഫിറായിട്ടുള്ള പെണ്ണുങ്ങളുടെ കൈകൊണ്ട് തന്നെ അന്ത്യം വരിക്കാൻ സാധിച്ച മഹാഭാഗ്യവാൻ. ഞങ്ങളുടെ വീടിനെ രക്ഷിക്കാനാണെന്ന് മേജർ ഷീൻ. നിങ്ങൾ രക്ഷിക്കണം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആർമി 17ഓളം പാകിസ്ഥാൻ സൈനികരെയും പോലീസ് സേന ഉദ്യോഗസ്ഥരെയും മറ്റും തട്ടിക്കൊണ്ടുപോയതായിട്ട് റിപ്പോർട്ടുകൾ. അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചങ്ങോട്ട് തീരട്ടെ. അല്ല പിന്നെ പാകിസ്ഥാനികളും ബലൂജികളും അഫ്ഗാനികളും നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ അങ്ങായിക്കും. നിങ്ങൾ മാമായും മച്ചാനും അല്ലേ. കുവൈറ്റിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴി അമേരിക്കൻ പൈലറ്റുമാരുടെ വീഡിയോകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്തു. ഇറാൻ അനുകൂല പ്രചാരണങ്ങളും കമന്റുകളും ഒക്കെ ഇടുന്നവർ നിരീക്ഷണത്തിൽ. അവിടെയൊന്നും പോയിട്ടേ നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് ആകാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഇല്ലാണ്ടായി പോകും. ഇവിടെ ഇരുന്നിട്ട് ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ ഇന്ത്യ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായിട്ട് ഹമാസ് അനുകൂലികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഹമാസ് നേതാക്കളായിട്ടുള്ള ഖാലിദ് മിഷേലിനെ ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടേ ക്ലാസ് എടുപ്പിക്കാൻ ശ്രമിച്ചതുപോലെ മറ്റു രാജ്യങ്ങളിലൊന്നും നടക്കില്ലെന്നേ. അഴിയെണ്ണും തൂക്കുകയർ. നേറ്റോ രാജ്യമായ തുർക്കിയിലേക്ക് മിസൈൽ അയച്ച് ഇറാൻ. ഒരു നേറ്റോ രാജ്യത്തെ ആക്രമിച്ച ബാക്കി 32 രാജ്യങ്ങളും തിരിച്ചടിക്കണമെന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് ഈ നീക്കം. ആഹാ, സമാധാനം. ഇറാൻ കൂടുതൽ രാജ്യങ്ങളെ ശത്രുക്കളാക്കിക്കൊണ്ടിരിക്കുന്നു. തുർക്കി എർദോഗാന്റെ മോന്ത എന്താ ഇങ്ങനെ? കാക്ക തിരിച്ചടിക്കുക കാക്ക. ഇറാന്റെ തലക്കടിച്ചു US. അതെ, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി തകർക്കണം. ഇറാൻ പടക്കപ്പൽ മുക്കി US. അന്തർവാഹിനിയിൽ നിന്നുള്ള മിസൈൽ. 80 ഇറാൻ സൈനികർ മരിച്ചു. ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കാണുന്നില്ലല്ലോ അല്ലേ. ഇന്ത്യയിലെ പ്രമുഖ എക്സ് മുസ്ലിമിനെ കൊല്ലാൻ ശ്രമിച്ച 2 ഇസ്ലാമിസ്റ്റ് പ്രതികളെയും യോഗിയുടെ UP സേന വെടിവെച്ച് കൊലപ്പെടുത്തി. ഇതാണ് നമ്മുടെ സലീം വസ്തിക്. ഇദ്ദേഹത്തെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അവന്റെ ഒരു നിഷ്കളങ്കത, പാവം കാക്ക. പടച്ചോനെ സത്യപ്പെടുത്താൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചതാ. എന്തായിരുന്നാലും എക്സ് മുസ്ലിങ്ങൾക്കൊന്നും ഇവമാര് കാരണം ജീവിക്കാൻ വയ്യെന്നായി. യോഗിയുടെ UP ആയതുകൊണ്ട് ഇവമാരിനെയും വെളിച്ചം കാണത്തില്ല. ഇന്ത്യയിലെ ഇറാൻ അനുകൂലികളുടെ സോഷ്യൽ മീഡിയ മറ്റ് പ്രവർത്തനം നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ്. ഇന്ത്യക്ക് ബോധമുദിച്ചിട്ടുണ്ട്. ഇറാൻ അനുകൂലികളായിട്ടുള്ള അലിയാർ കാസിമിമാർക്ക് ദാ വരുന്നു അടി. ഇന്ത്യയിലുള്ള കൊമേനി അനുകൂലികൾ ഞങ്ങളെ ഇറാനിലേക്ക് അയക്കൂ. പൊയ്ക്കോ താത്ത, ആരാ ഇവിടെ എതിർത്തത്? ഇറാനിൽ കുടുങ്ങിയ മുസ്ലിം വിദ്യാർത്ഥിനി മോദിജി ഞങ്ങളെ ഇറാനിൽ നിന്ന് രക്ഷിക്കൂ. അല്ലെങ്കിലും അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചയും. ഇസ്രായേലിന്റെ ആണവ കേന്ദ്രം ഡിമോണ തകർക്കുമെന്ന് ഇറാന്റെ ഭീഷണി. ചെന്ന് കയറി കൊടുക്ക്. ആണവ കേന്ദ്രത്തിൽ തൊട്ടാൽ അതേ നാണയത്തിൽ തിരിച്ചടിയെന്ന് ഇസ്രായേലും. അതെ, ജൂതന്മാരുടെ പകയെന്ന് പറഞ്ഞാലേ എരിഞ്ഞട്ടങ്ങും ഇറാന്. ഇത് ഇറാന്റെ ആയത്തുള്ള അലി കൊമേനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് അയാൾ കൊണ്ടുപോകുന്ന ഒരു യുവാവാണിത്. അത് 3 വയസ്സുള്ള തന്റെ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അയാളെ തൂക്കിക്കൊല്ലണമെന്ന് കൊമേനിയുടെ കാരുണ്യത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ച മത നിയമം അനുസരിച്ചിട്ട് ആ നാറയ്ക്ക് ഒരേ നിർബന്ധം. അതുകൊണ്ട് അച്ഛൻ മരിക്കുന്ന വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മരണാസന്നമായ നിമിഷത്തിലും സ്വന്തം മകളെ ഒന്ന് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന, കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പിതാവ് മരണത്തിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. അയാൾ മരിച്ചു കഴിഞ്ഞു. ഇറാനെതിരെ ഇറ്റലിയും ഗൾഫ് രാജ്യങ്ങൾക്ക് വ്യോമ പ്രതിരോധ സഹായം നൽകുമെന്ന് ജോർജിയ മെലോനി. ഇറങ്ങുകൊച്ചേ, ഇവരെ ഒന്നും വെറുതെ വിടരുത്. തുർക്കിയും ഇറങ്ങിക്കോ. തുർക്കിയോടൊപ്പം 32 രാജ്യങ്ങളും. ഇറാൻ ഇനിയും പൊങ്കാലേ. ചിന്മയിലാണ് പഠിച്ചത്. ഗായത്രി മന്ത്രവും ഭഗവത്ഗീതയും കേട്ടാണ് വളർന്നത്. പൊങ്കാലയിട്ടത് 100% വിശ്വാസത്തോടെ ജിഹാദികൾക്ക് റനീഷയുടെ മറുപടി. ഈ പെണ്ണെ ഒരു സീരിയൽ നടിയും അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് താരവുമാണ്. അവര് പൊങ്കാല ഇട്ടതിന് അവരെ പൊങ്കാല ഇടാൻ വന്നവരെ തിരിച്ച് പൊങ്കാല ഇട്ട് റനീഷ കൊടുക്കേണ്ടത് വായട്ടച്ചു കൊടുത്തേക്കുക. ഇറാന് കനത്ത തിരിച്ചടി നൽകി ലെബനോൻ. ഇറാൻ സേനയായിട്ടുള്ള IRGC നിരോധിച്ചു. അനുകൂലികളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിറക്കി. അതെ, ലെബനൻ. വളരെ നല്ലത്. ലെബനനിലെ ഒക്കെ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവന്നതേ ഇറാനാ. ഇറാൻ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ഒമാനിലെ ഖസബ് പോർട്ടിന് സമീപമുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ആശിഷ് കുമാർ, ദിലീപ് സിംഗ് എന്ന 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. വിനാശകാലേ വിപരീത ബുദ്ധി. ഇറാൻ അണയാൻ പോകുന്ന തീയായതുകൊണ്ട് സകലമാന രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടിട്ട് എന്നെ അടിക്കൂ എന്ന് എരന്ന് പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അടുത്തത്, കൊല്ലപ്പെടുന്ന മനുഷ്യരിൽ ഒക്കെയും നമ്മുടെ സഹോദരങ്ങളാണെന്ന് നമ്മുടെ സിറാജ് കുമാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിറാജ് കുമാർ പലസ്തീനിലെ ഒന്നും കാണാത്തത് ഭാഗ്യം കേട്ടോ.
കൊല്ലപ്പെടുന്ന മനുഷ്യരൊക്കെയും നമ്മുടെ സഹോദരങ്ങൾ. വളരെ നല്ലത്. അമേരിക്കയും ഇസ്രായേലും ലോകത്തിന്റെ ശത്രുക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഹമാസും പലസ്തീനും ഒക്കെ ആരാണ് കാക്കാ? കാണ്ടാമൃഗത്തിന്റെ തൊലിയും ഉള്ളിൽ പേപ്പട്ടിയുടെ വിഷവും. വൈറസാണ് ഇവനൊക്കെയെന്നേ. ചിലരൊക്കെ മനുഷ്യരും ബാക്കിയുള്ളവരൊക്കെ മൃഗങ്ങളുമായി കണ്ടതുകൊണ്ടല്ലേ തൃപ്പുണിത്തുറയിലെയും നിലമ്പൂരിലെയും ജനങ്ങൾ ഈ കാണ്ടാമൃഗത്തെ തോൽപ്പിച്ചതാ. നമ്മൾ പറയേണ്ടത് പോസ്റ്റിലുണ്ട്. സമാധാനം. ഇറാനിൽ മരണസംഖ്യ ഉയരുന്നു. കൊല്ലപ്പെട്ടത് 1230 പേർ. ഇതിനെക്കാട്ടിൽ എത്രയോ ഇരട്ടിയായി കഴിഞ്ഞു. മൊത്തം പറയാൻ പറ്റത്തില്ലല്ലോ. കൊമേനിയുടെ മരണത്തിൽ ഔദ്യോഗിക അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. നിന്റെയൊക്കെ നെഞ്ചിലേക്ക് അല്ലങ്ങിറങ്ങട്ടെ. ഇനിയിപ്പോ ഇന്ത്യ അനുശോചനം പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് സ്വർഗം കിട്ടത്തില്ല, ഹൂറികളെ കൊടുക്കാൻ പഠിച്ചോൻ തയ്യാറാകത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കുറെ എണ്ണം നിലവിളിച്ചത്. ശരി, സമാധാനമായല്ലോ. അവിടെയും നിങ്ങൾ മൂഞ്ചി. കാരണം നരേന്ദ്രമോദി ഒരു അനുശോചനവും രേഖപ്പെടുത്തിയിട്ടില്ല. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി രാജ്യത്തെ ഇറാൻ എംബസിയിൽ നേരിട്ടെത്തിയാണ് അനുശോചന പുസ്തകത്തിൽ ഒപ്പുവെച്ചത്. ഇറാൻ തലവൻ കൊമേനിയുടെ മരണത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഷിയ മുസ്ലിം അസർബൈജാൻ ബോംബ് ആക്രമണമായി ഇറാൻ. ആഹാ, അവനങ്ങ് പോട്ടെന്നേ. അള്ളാഹുവിനും മോദിക്കും നന്ദി. രണ്ടും ഒരുമിച്ച് പറയണമായിരുന്നു. അള്ളാഹു നബീന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പടച്ചോനോടൊപ്പം മോദിയെ കൂടി പറയണോ? ഹജ്ജ് തീർത്ഥാടകരുടെ ഇടയിൽ അള്ളാഹുവിനോടൊപ്പം താരമായി മോദി. വളരെ സന്തോഷം. മോദിക്കും സ്വർഗം. UAE വിരുദ്ധ നിലപാടുള്ളവർക്കും ഇറാൻ അനുകൂല വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ അറസ്റ്റും 45 ലക്ഷം രൂപ പിഴ അടയ്ക്കാനും UAE. പിഴയൊന്നും വേണ്ട കാക്ക, കഴുത്തങ്ങെടുത്തേക്ക്. ഇവരൊക്കെ ബലാക്കളന്നേ. ഇതിനെയൊന്നും വച്ചു വാഴിക്കരുത് നമ്മുടെ രാജ്യത്ത്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ഇറാൻ ആഭ്യന്തര കലാപത്തിലേക്ക്. ഇറാനിൽ കുർദിഷ് പോരാളികൾ ഷിയ ഭരണകൂടത്തിനെതിരെ യുദ്ധത്തിലേക്ക്. അതേന്നെ, കൊമേനി ടീമിനെ ഇല്ലാതാക്കിയിട്ടല്ലാതെ നിങ്ങൾ വിശ്രമിക്കരുത്. മുംബൈയിൽ ജയ്ഷെ ഭീകരൻ പിടിയിൽ. ATS വലയിലായത് വിദ്യാർത്ഥികൾക്കിടയിൽ ഭീകരത വളർത്തിയ അയാൻ ഷെയ്ഖ്. ഈ പേരുകളുള്ളവരെ തന്നെ സൂക്ഷിക്കണമെന്നേ. ബ്രിട്ടൻ ലണ്ടനിലെ ഹരോയിൽ ഹോളി ആഘോഷത്തിനെത്തിയവരെ ക്രൂരമായി ആക്രമിച്ചു ഇസ്ലാമിസ്റ്റ് സംഘം. കണ്ടോ, ബ്രിട്ടനിൽ പോലും അവർക്ക് അവരുടെ ആഘോഷം അനുസരിച്ച്, വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തത് അഭയാർത്ഥികളായിട്ട് ഈ നാറിയ തെണ്ടിക്കൂട്ടത്തെ വലിച്ചു കയറ്റിയത് കൊണ്ട് മാത്രമാണ്. അവന്മാർ ഇവിടെ അവിടെ അങ്ങോട്ട് നടന്ന് വിളയാടുവാണ്. അവർക്കും സ്വസ്ഥതയില്ല, ഇവർക്കും സ്വസ്ഥതയില്ല. ഇവര് ചെന്ന് കയറുന്നിടത്തൊന്നും ഒരു മനുഷ്യന്മാർക്കും സ്വസ്ഥത കൊടുക്കത്തൂല. ഇതിനെയൊക്കെ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് കാച്ചണം. ഇറാനെ തകർത്ത് തരിപ്പണമാക്കണം. കുർദിഷ് പോരാളികളോട് യുദ്ധത്തിന്റെ ഭാഗമാകാൻ ആഹ്വാനം. അതിർത്തി കടന്ന് കരുക്കൾ നീക്കി ട്രംപ് ജയിക്കാൻ ചെയ്യുന്ന യുദ്ധമാണിത്. ഇറാൻ നിരുപാധികം കീഴടങ്ങണം. മര്യാദയ്ക്ക് ആയുധം താഴെ വെച്ചോ കാക്ക. ഉടനടി ഇറാൻ സൈന്യം ആയുധം ഉപേക്ഷിക്കണം. ഇനി ചർച്ചകൾക്കില്ല. ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ നാശത്തിന് തയ്യാറെടുക്കുക. രണ്ടായാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നെ കാക്ക. UAE വിരുദ്ധ നിലപാടുള്ളവർക്കും ഇറാൻ അനുകൂല വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ അറസ്റ്റ്. ആഹാ. ഇറാന്റെ നാവിക ശേഷിക്ക് വൻ പ്രഹരം. ഡ്രോൺ കാരിയർ കപ്പൽ തകർത്ത അമേരിക്ക. കഴിഞ്ഞ ദിവസ ഏറ്റുമുട്ടലിൽ 150ഓളം പാകിസ്ഥാൻ സൈനികരെയും 20ഓളം അതിർത്തി സേനാ കേന്ദ്രങ്ങളും പിടിച്ചെടുത്തെന്ന് അഫ്ഗാൻ സൈന്യം. നിങ്ങൾ തമ്മിലായിക്കോകാക്ക. നിങ്ങൾ ജയിച്ചാലും തോറ്റാലും നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഇറാൻ യുദ്ധക്കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകി ഇന്ത്യ. അമേരിക്കയുടെ തകർക്കലിൽ നിന്ന് സംരക്ഷണം. കൊമേനിയുടെ മരണത്തിന് പിന്നാലെ ജമ്മു കാശ്മീർ മേഖലയിൽ ഷിയ മുസ്ലിങ്ങളും സുരക്ഷാ സേനയും തമ്മിൽ വ്യാപകമായി ഏറ്റുമുട്ടൽ. മതപരിവർത്തനത്തിന് 7 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. ലവ് ജിഹാദിന് പൂട്ടിടാൻ മഹാരാഷ്ട്രയും. സദ്ദാം ഹുസൈൻ, ബിൻ ലാദൻ, അജ്മൽ കസബ്, യാക്കൂബ് മേമൻ, കൊമേനി എക്സെട്ര ഇവർക്കൊക്കെയും ഭാര്യയും മക്കളുമുള്ള നാടാണ് കേരളം. അല്ലെങ്കിൽ എന്തിനാണ് ഈ നായകൾ ചാകുമ്പോൾ ഇവന്മാര് മൂങ്ങുന്നത്? ശരിയാണ്. സദ്ദാം ഹുസൈന് മയ്യത്ത് നമസ്കരിച്ച നാട്, ബിൻ ലാദന് വേണ്ടിയിട്ട് കൂട്ടമായി പ്രാർത്ഥിച്ച നാട്, അജ്മൽ കസബിന് മയ്യത്ത് നമസ്കരിച്ച് അവസാനമായിട്ട് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച നാട്, യാക്കൂബ് മേമന്റെ ചെറുകുട്ടികൾ ഇവിടെ കിടന്ന് യാക്കൂബ് മേമന്റെ ആശയം മുറുകെ പിടിക്കുന്ന ആളുകൾ, കൊമേനിയുടെ ഭരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് മോങ്ങിക്കാറി. എന്തുവാണ് നിനക്കൊക്കെ അങ്ങോട്ട് പോയിക്കൂടെ? ജമ്മു കാശ്മീരിനെ ഹിസ്ബുള്ള കേന്ദ്രമാക്കി മാറ്റുമെന്ന മുദ്രാവാക്യവുമായി ഷിയ മുസ്ലിം. ശരിയെന്ന ജമ്മു കാശ്മീരിനെ, അത് ജമ്മു കാശ്മീർ ഇന്ത്യയിലാണെന്ന് മറന്നിട്ടാണെന്ന് തോന്നുന്നു കാക്ക ഇതൊക്കെ പറയുന്നത്. കൊമേനിയുടെ എക്സ് അക്കൗണ്ട് സജീവം. ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പോസ്റ്റ്. കൊമേനി ചത്തിട്ടും പോസ്റ്റ് ജീവിക്കുന്നു. മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണം 9 ആണ്ട് തികയുമ്പോൾ നീതി അകലെ. അത് വേറൊരു വാർത്തയാണ്. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിവെച്ച US. ലോകത്താരും പാകിസ്ഥാനെ അടുപ്പിക്കരുത്. കാരണം അടുപ്പിക്കാൻ പറ്റുന്ന ടീമല്ല ഇവര്. മരണവെപ്രാളത്തിൽ ഇറാനിയൻ കപ്പൽ കൊച്ചിയിൽ ഓടിക്കേറാൻ കാരണം ശ്രീലങ്കൻ തീരത്ത് 87 ഇറാനിയൻ നാവികരുടെ മൃതദേഹങ്ങൾ കിട്ടിയത് കൊണ്ടാണ്. എന്തായിരുന്നാൽ ഇന്ത്യ അഭയം നൽകിയല്ലോ. ഗൾഫ് മേഖലയിലെ യുദ്ധം. വൻ ഇന്ധന പ്രതിസന്ധിയിൽ പാകിസ്ഥാൻ. 25 മുതൽ 28 ദിവസത്തേക്കുള്ള ഇന്ധനം മാത്രമേ ഇപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ളൂ. അത്രേ ഉണ്ടല്ലോ. അത് വെച്ച് ഓടിക്കും.
മൂഞ്ചിയല്ലോ നാഥ. വല്ലാത്ത ചെയ്തിയായി പോയി. കാരണം കാക്ക അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് കാക്ക ഇരുമ്പ് നിക്കറിട്ടിട്ടില്ല എന്ന്. അങ്ങനെ ഹൂറികൾ പിണങ്ങി നിൽക്കുകയാണ്, ഒരു രക്ഷയിൽ ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇസ്രായേലും അമേരിക്കയും സാധാരണക്കാരെ കൊല്ലുന്നു, ആക്രമണത്തിന് ന്യായീകരണമില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം നമ്മുടെ പൈതൃകത്തിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നില്ല. വളരെ നല്ലത്. എന്തായിരുന്നാലും പിണറായി വിജയൻ പലസ്തീനിലെ ഒന്നും കാണുന്നില്ലല്ലോ, വളരെ സന്തോഷം. അവര് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400 പേരെ കൊന്നപ്പോൾ സാധാരണക്കാരല്ല അവരൊക്കെ അല്ലേ, അവരൊക്കെ അസാധാരണക്കാര മലക്കുകളായിരുന്നു. അവരൊക്കെ ബംഗ്ലാദേശിൽ കൊന്നൊടുക്കുന്നതൊക്കെ മലക്കുകളെയായിരുന്നു, മനുഷ്യന്മാരെ ആയിരുന്നില്ല. നൈജീരിയയിൽ കൊന്നൊടുക്കുന്നതൊക്കെ മനുഷ്യന്മാരെയല്ല, മലക്കുകളെയാണ്. സിറിയയിൽ കൊന്നൊടുക്കുന്നതൊക്കെ മനുഷ്യന്മാരെയല്ല. അഫ്ഗാനിൽ പാകിസ്ഥാൻ കൊന്നൊടുക്കുന്നതൊന്നും മനുഷ്യന്മാരെയല്ല. ഈ ഇരട്ട നിലപാടൊക്കെ ആളുകൾക്ക് തിരിയുന്നുണ്ടെന്നേ. IRGC-യുടെ ഭീകരാക്രമണ ശ്രമത്തെ തകർത്ത അസർബൈജാൻ എണ്ണ പൈപ്പ് ലൈൻ ആക്രമിക്കാനുള്ള നീക്കമാണ് തകർത്തത്. അമേരിക്ക, ഇസ്രായേൽ ജൂതന്മാർക്ക് മുസ്ലിങ്ങളെ ഒറ്റുകൊടുക്കുന്നവരാണ് സൗദി അറേബ്യ. അതുകൊണ്ട് സൗദി അറേബ്യ കയറി അടിച്ചോളാനാണെന്ന് തോന്നുന്നു. ജ്യൂസ് കാക്കയാണ് ഈ പറഞ്ഞത്. ജ്യൂസ് കാക്ക ഓരോ സമയത്ത് ഓരോന്ന് ഇങ്ങനെ പടച്ചു വിടും കേട്ടോ. ജൂതന്മാർക്ക് മുസ്ലിങ്ങളെ ഒറ്റുകൊടുക്കുന്നവരാണ് സൗദി അറേബ്യ. കാരണം സൗദി അറേബ്യ ഇപ്പൊ ഇറാൻ അടിച്ചല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സൗദി അറേബ്യക്ക് തിരിച്ച് ഇറാന് നല്ല കൊട്ടു കൊടുക്കണമെങ്കിൽ അമേരിക്കയോടും ഇസ്രായേലിനോടും ഒപ്പം ചേർന്നല്ലേ പറ്റുള്ളൂ. അല്ല, ഇവന്റെ ഒക്കെ അഭിപ്രായത്തിൽ എന്ത് ചെയ്യണം? അവര് ചെന്ന് കയറി കൊടുത്ത് വാങ്ങിക്കണോ? അയ്യോ,